നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ്. കുട്ടികൾ അധ്യാപകരെ എന്തിനാണ് ഭയപ്പെടുന്നത്? ഒരുപക്ഷേ നമ്മളിൽ പലർക്കും ഈ ഭയം കുട്ടിക്കാലത്തുണ്ടാവാം. എന്നാൽ ഈ ഭയം കുട്ടിയുടെ പഠനത്തെയും അവന്റെ വ്യക്തിത്വ വികാസത്തെയും എന്തിന് അവന്റെ സ്കൂൾ ജീവിതത്തെ മൊത്തത്തിൽ ഗുരുതരമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് ആഴത്തിൽ സംസാരിക്കാം. നമ്മുടെ കുട്ടികൾക്ക് അധ്യാപകരെ പേടിയുണ്ടാകാൻ പല കാരണങ്ങളുണ്ട്. അവയിൽ ചില പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി, ശിക്ഷയെക്കുറിച്ചുള്ള ഭയം. ചില അധ്യാപകർക്ക് ഒരു ധാരണയുണ്ട്, കുട്ടികളെ അനുസരണ പഠിപ്പിക്കാൻ ശിക്ഷയാണ് ഏറ്റവും നല്ല വഴിയെന്ന്. ചെറിയൊരു തെറ്റ് കാണിച്ചാൽ പോലും ഉയർന്ന ശബ്ദത്തിൽ സംസാരിക്കുന്നതും കളിയാക്കുന്നതും ക്ലാസിന്റെ മൂലയിൽ നിർത്തുന്നതുമൊക്കെ കുട്ടികളിൽ വലിയ ഭയമുണ്ടാക്കും. ഇത് തുടർച്ചയായി സംഭവിക്കുമ്പോൾ ആ ഭയം അധ്യാപകനോടും ക്ലാസ്സിനോടും സ്കൂളിനോടും മൊത്തത്തിൽ വ്യാപിക്കും. രണ്ടാമതായി, അവഗണനയും അപമാനവും. പൊതുസ്ഥലങ്ങളിൽ വെച്ച് കുട്ടികളെ കുറ്റപ്പെടുത്തുന്നത്, മറ്റു കുട്ടികളുമായി താരതമ്യം ചെയ്യുന്നത്, അവരുടെ കഴിവുകളെ കുറച്ചു കാണുന്നത്, ഇതൊക്കെ കുട്ടികളുടെ ആത്മവിശ്വാസം തകർക്കും. നീ ഒന്നിനും കൊള്ളില്ല, അവനെ കണ്ടു പഠിക്ക് എന്നൊക്കെയുള്ള വാക്കുകൾ കുട്ടികളിൽ അപമാനബോധമുണ്ടാക്കുകയും അതൊരു വലിയ ഭയമായി അധ്യാപകനോട് മാറുകയും ചെയ്യും. ഇത് കുട്ടികളുടെ മനസ്സിൽ ഒരു മുറിവായി എന്നും നിലനിൽക്കാം. മൂന്നാമതായി, അധ്യാപകന്റെ കഠിനമായ സ്വഭാവം. എപ്പോഴും ഗൗരവമുള്ള മുഖം, കർക്കശമായ സംസാരം, ഒരിക്കലും ചിരിക്കാത്ത പ്രകൃതം, ഇങ്ങനെയുള്ള ചില അധ്യാപകരെ കണ്ടാൽ തന്നെ കുട്ടികൾക്ക് പേടിയാകും. അടുത്ത് ചെന്ന് സംസാരിക്കാൻ പോലും അവർ മടിക്കും. സ്നേഹത്തോടെയും സൗഹൃദപരമായും ഇടപഴകുന്ന അധ്യാപകരോട് കുട്ടികൾക്ക് അടുപ്പം തോന്നും. എന്നാൽ ഇതിന് വിപരീതമായ സ്വഭാവം കുട്ടികളിൽ അകൽച്ചയും ഭയവും സൃഷ്ടിക്കും. നാലാമതായി, മുൻ അനുഭവങ്ങൾ. ചിലപ്പോൾ പഴയ സ്കൂളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യത്തിലോ ഒരു അധ്യാപകനിൽ നിന്ന് കുട്ടിക്കുണ്ടായ മോശം അനുഭവം പുതിയ അധ്യാപകരിലേക്കും ഭയമായി മാറാം. അവർ ഒരു അധ്യാപകനെ കാണുന്നത് ആ പഴയ അനുഭവത്തിന്റെ കണ്ണിലൂടെ ആയിരിക്കും. അവസാനമായി, ആശയവിനിമയമില്ലായ്മ. കുട്ടികൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവരെ കേൾക്കാതിരിക്കുക, അവരെ അവഗണിക്കുക, അല്ലെങ്കിൽ പുസ്തകത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇതൊക്കെ കുട്ടികൾക്ക് ഒരുതരം അകൽച്ചയുണ്ടാക്കും. തുറന്ന് സംസാരിക്കാൻ കഴിയാത്ത ഈ അവസ്ഥയും ഭയത്തിലേക്ക് നയിക്കാം. അധ്യാപകരോടുള്ള ഈ ഭയം കുട്ടികളുടെ ജീവിതത്തിൽ വളരെ ഗുരുതരമായ പല ദോഷങ്ങളും ഉണ്ടാക്കും. ഈ ഭയം കാരണം കുട്ടികളുടെ പഠനത്തിൽ അവർ പിന്നോട്ട് പോകും. പേടി കാരണം അവർക്ക് സംശയങ്ങൾ ചോദിക്കാൻ കഴിയില്ല. ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ മടിക്കും. ഇത് പഠനത്തിൽ പിന്നോട്ട് പോകാൻ പ്രധാന കാരണമായി തീരും. മാത്രമല്ല, അവരുടെ സംശയങ്ങൾ ചോദിക്കാനാകാതെ ഇരിക്കും. സംശയങ്ങൾ ചോദിച്ചാൽ വഴക്ക് കേൾക്കുമോ എന്ന ഭയത്താൽ കുട്ടികൾക്ക് അറിയാത്ത കാര്യങ്ങൾ അങ്ങനെ തന്നെ കിടക്കും. ഇത് അവരുടെ പഠനത്തെ ദോഷകരമായി ബാധിക്കും. തുടർച്ചയായി പേടിച്ചും അപമാനിക്കപ്പെട്ടും വളരുമ്പോൾ കുട്ടികളുടെ ആത്മവിശ്വാസം കുറയും. തനിക്ക് കഴിവില്ല എന്ന തോന്നൽ അവരിൽ ശക്തമാകും. ചിലപ്പോൾ അധ്യാപകനെ പേടിച്ച് അവർക്ക് വിദ്യാലയത്തെ പോലും ഭയപ്പെട്ടു പോകുന്ന സ്ഥിതിയിലേക്കെത്താം. ഇത് സ്കൂളിൽ പോകാൻ മടി കാണിക്കുന്നതിലേക്കും അവസാനം സ്കൂൾ ഒഴിവാക്കുന്നതിലേക്കും വരെ നയിക്കാം. ഇത് അവരുടെ മാനസികാരോഗ്യത്തെയും സാമൂഹിക ബന്ധങ്ങളെയും ദോഷകരമായി ബാധിക്കും. ഭാവിയിൽ അധ്യാപകരോടുള്ള ഈ ഭയം മറ്റുള്ളവരുമായി ഇടപഴകാനും അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനും കുട്ടികളെ ബുദ്ധിമുട്ടിക്കും. പ്രത്യേകിച്ച് അധികാര സ്ഥാനങ്ങളിലുള്ള ആളുകളോട് സംസാരിക്കാൻ ഇവർക്ക് മടിയുണ്ടാവും. ഈ അവസ്ഥ മാറ്റിയെടുക്കാൻ നമുക്ക് എന്ത് ചെയ്യാനാകും? കുട്ടികൾക്ക് ഭയമില്ലാതെ പഠിക്കാനും വളരാനും കഴിയുന്ന ഒരു നല്ല അന്തരീക്ഷം ഒരുക്കേണ്ടത് നമ്മുടെ എല്ലാം കടമയാണ്. ഒന്നാമതായി, സ്നേഹപരമായ സമീപനം വളരെ പ്രധാനമാണ്. ശിക്ഷയ്ക്ക് പകരം കുട്ടികളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവരുടെ തെറ്റുകൾ ക്ഷമയോടെ തിരുത്തി കൊടുക്കുക. സ്നേഹവും ദയയും നിറഞ്ഞ ഒരു സമീപനം കുട്ടികളുടെ മനസ്സിലെ ഭയമില്ലാതാക്കും. രണ്ടാമതായി, അധ്യാപകർക്ക് കേൾക്കാനുള്ള മനസ്സുണ്ടാകണം. കുട്ടികൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ശ്രദ്ധയോടെ കേൾക്കുക.
അവർക്ക് പറയാൻ അവസരം നൽകുക. ഇത് അവർക്ക് അധ്യാപകരിൽ വിശ്വാസമുണ്ടാക്കാൻ സഹായിക്കും. മൂന്നാമതായി, കുട്ടികളുമായി വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കുക. അവരുടെ പേര് വിളിച്ച് സംസാരിക്കുക. അവരുടെ ഇഷ്ടങ്ങളെക്കുറിച്ചും ചിന്തകളെക്കുറിച്ചും ചോദിച്ചറിയുക. ചെറിയ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും പങ്കുചേരുക. ഇത് അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ നല്ലൊരു ബന്ധം കെട്ടിപ്പടുക്കും, ഒരു സൗഹൃദം പോലെ. നാലാമതായി, പോസിറ്റീവായ ക്ലാസ് റൂം സംസ്കാരം വളർത്തുക. സഹകരണവും ധൈര്യവും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ക്ലാസ് റൂം അന്തരീക്ഷം വളർത്തിയെടുക്കുക. ഓരോ കുട്ടിക്കും അവരുടെ അഭിപ്രായങ്ങൾ പറയാനും ചോദ്യങ്ങൾ ചോദിക്കാനും ഭയമില്ലാത്ത ഒരു ഇടം ഉണ്ടാകണം. അവസാനമായി, രക്ഷിതാക്കളുമായി സഹകരിക്കുക. വീട്ടിലും സ്കൂളിലും ഒരേ രീതിയിലുള്ള പോസിറ്റീവ് സമീപനം ഉണ്ടാകണം. കുട്ടിയുടെ പ്രശ്നങ്ങൾ അധ്യാപകരും രക്ഷിതാക്കളും ഒരുമിച്ച് ചർച്ച ചെയ്ത് പരിഹരിക്കണം. ഈ 3 കൂട്ടരുടെയും കൂട്ടായ പ്രവർത്തനമാണ് ഇവിടെ ആവശ്യം. അധ്യാപകൻ എന്ന നിലയിൽ നമ്മുടെ കുട്ടികളുടെ മനസ്സിലേക്ക് നമുക്ക് കടക്കേണ്ടത് ആകാംക്ഷയോടെയും കരുണയോടെയും ആയിരിക്കണം. അവർക്ക് ഭയമില്ലാതെ നമ്മളോട് അടുക്കാൻ കഴിയണം. കുട്ടികൾക്ക് നമ്മളോട് അകൽച്ച തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ ഭയം ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ ഫലങ്ങൾ ദീർഘകാലം അവരെ ബാധിച്ചേക്കാം. അതുകൊണ്ട് സ്നേഹത്തിലും വിശ്വാസത്തിലും അടിസ്ഥാനമിട്ട ഒരു പഠന അന്തരീക്ഷം വളർത്താം എന്ന പ്രതിജ്ഞയോടെ നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോകാം. ഇത്തരത്തിൽ കുട്ടികളെയും അധ്യാപകരെയും ബന്ധിപ്പിക്കുന്ന കൂടുതൽ വീഡിയോകൾക്കും വിദ്യാഭ്യാസപരമായ കാഴ്ചപ്പാടുകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും കമന്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം.